അടച്ചുറപ്പില്ലാത്തതും പൊളിഞ്ഞു വീഴാറായതുമായ വീട്ടിൽ ദുരിതജീവിതം നയിക്കുകയാണ് അമ്മയും മകനും. പാണ്ടനാട് പ്രയാർ മാവിലേത്ത് വടക്കേതിൽ വിനിൽ ഭവനിൽ നിർമ്മലകുമാരി മകൻ വിനിലുമാണ് ദുരിതത്തിലായത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ വീട് നിർമ്മിച്ചു നൽകാത്തതിനെ തുടർന്ന് വലിയ ബുദ്ധിമുട്ടിലാണ് നിർധന കുടുംബം. ക്ഷീരകർഷകയായ നിർമ്മലകുമാരിയുടെ ഭർത്താവ് വിജയൻ പിള്ള 5 വർഷം മുമ്പാണ് മരിച്ചത്. 2020 സെപ്റ്റംബറിൽ വീടിന് മുകളിൽ മരം വീണ് കൂടുതൽ ഭാഗം തകർന്നുപോയി. ഇത് ശരിയാക്കാനായി നിർമ്മലകുമാരി പശുക്കളെ വിറ്റു. ഈ തുക കൊണ്ടാണ് കുറച്ചു ഭാഗം അറ്റകുറ്റപ്പണി നടത്തിയത്. എന്നാൽ അടച്ചുറപ്പില്ലാത്ത വിധത്തിലാണ് ഈ വീട് ഇപ്പോഴുമുള്ളത്. മകൾ ധന്യയെ ആറന്മുളയിലേക്ക് വിവാഹം ചെയ്തയച്ചു. 7 സെന്റിലുള്ള പഴയ വീടിൻ്റെ ഓടെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ടാർപോളിൻ വലിച്ചു കെട്ടിയെങ്കിലും അതും കാലപ്പഴക്കത്താൽ നശിച്ചുപോയി. വീടിനുള്ളിൽ കിടക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു മുറി മാത്രമാണ് ഉള്ളത്. ഇവിടെയാണ് അമ്മയും മകനും കിടക്കുന്നത്. ഇഴജന്തുക്കളുടെ ശല്യവും വീട്ടിനകത്ത് ഉണ്ടാകുകയാണ്. ശുചിമുറിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. മുകൾ ഭാഗം പൊളിഞ്ഞതിനാൽ ശുചിമുറി ഉപയോഗം വളരെ ക്ലേശകരമാണ്. പുതിയ വീടിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകി ഈ അമ്മയും മകനും പലതവണ കയറിയിറങ്ങി. ഉദ്യോഗസ്ഥരോടും പഞ്ചായത്ത് അധികാരികളോടും നേരിട്ട് തന്നെ വിഷമതകൾ അറിയിച്ചു. സന്നദ്ധ സംഘടനകളുടെ സഹായം തേടിയെങ്കിലും ഒന്നും നടന്നില്ല. പഞ്ചായത്ത് 4-ാം വാർഡിലെ മെമ്പറാണ് ശ്രീകല ശിവനുണ്ണി. എൻ്റെ വാർഡിലെ മാവലത്തു വിനിൽ ഭവനത്തിൽ നിർമ്മലാകുമാരിക്ക് വീട് വെക്കുന്നതിന് ലൈഫിന് കൊടുത്തിരുന്നു. ആ ലൈഫിൽ വീട് കിട്ടിയിട്ടില്ല. പലയിടത്തും ഞങ്ങൾ പറഞ്ഞിട്ടും വീടിന് ഇതുവരെയൊന്നും ആയിട്ടില്ല. അപ്പോൾ ആദ്യം ലൈഫിൽ വീട് അനുവദിച്ചു എന്ന് പറഞ്ഞു. ഇപ്പം വീട് വാസയോഗ്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയിൽ വീട് ഏത് സമയത്തും ഒരു അപകടമായ ഒരു നിലയിലാണ്. വീട് ഏത് സമയത്തും അവരുടെ ഇടിഞ്ഞ് താഴെ വീഴുന്ന ഒരവസ്ഥയിലാണ്. എൻ്റെ 2018 പോയ വീടാണിത്. മൊത്തം മുങ്ങിക്കിടന്ന വീടാണിത്. ഞാൻ അന്ന് മുതൽ ഇതിന് വേണ്ടി മൊത്തം പഞ്ചായത്തിലും എല്ലായിടത്തും കയറി ഇറങ്ങി നടന്നു. എനിക്കില്ല പഞ്ചായത്തിൽ IP ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിലേതും പോയി. അതിന് ശേഷം വീണ്ടും ഞാൻ ലിസ്റ്റ് തന്നിട്ട് അത് കിട്ടാതെ വന്ന് ഞാൻ നമ്മുടെ സജിച്ചെറിയാൻ ഇതുവഴി കടത്ത് അമ്പലത്തിൻ്റെ ഒരു പരിപാടിക്ക് വന്നതിനെ വിളിച്ച് ഞാൻ ഇവിടെ കയറ്റി കാണിപ്പിച്ചു. ഞാൻ നിവേദനവും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിനെപ്പറ്റി ഒന്നും വന്നിട്ടില്ല. തിരുവല്ലയിലെ സ്വകാര്യ ബാങ്കിൽ സെക്യൂരിറ്റി ജോലി ചെയ്ത് ലഭിക്കുന്ന ശമ്പളം കൊണ്ടാണ് വിനിൽ കുടുംബം പുലർത്തുന്നത്. എത്രയും വേഗം വീട് നിർമ്മിച്ച് നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഈ അമ്മയുടെയും മകൻ്റെയും അഭ്യർത്ഥന. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.